ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ ഗൈസ്, അപ്പം നമ്മളിതാ പിന്നെ നമ്മളെ ബേബിനെല്ലോട് തിരിച്ചു വന്നിട്ടുണ്ട്. സോ ഗൈസ്, അപ്പം ഇത് ആക്ട് 3യുടെ ഫസ്റ്റ് പാർട്ടാണ്. സത്യം പറഞ്ഞാൽ ഇത് ഇടയ്ക്കൊന്ന് കളിച്ചായിരുന്നു കേട്ടോ. സോ ഇടയ്ക്കെന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് കളിച്ചായിരുന്നു. സോ അതൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ വന്നേക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് റിയലി കറക്റ്റായിട്ട് വന്നു. സോ ഞാൻ ഇൻട്രോ എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. സോ നിങ്ങൾക്ക് പിന്നെ ഗൈസ് ഇപ്പം തന്നെ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക ഗൈസ്. കാരണം നമ്മളുടെ വീഡിയോസ് ആണെങ്കിൽ ആരും നമ്മളെ സബ് ചെയ്യാറില്ല, പിന്നെ ആരും ലൈക്ക് ചെയ്യാറുമില്ല ഗൈസ്. നിങ്ങളെല്ലാം ലൈക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് സബും കൂടി ചെയ്യാം ഗൈസ്. ഇതിനാണ് കുറച്ച് കോൺവെർസേഷൻ നടന്നു, നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു എനിക്കറിയത്തില്ല. സോ എന്തോ നമ്മളുടെ ആ 10th അപ്പാർട്ട്മെന്റ് 10 അല്ലേ, ഇത് 8 ആണ്. സോ ആ അപ്പാർട്ട്മെന്റ് 10 ഗൈസ് ഇതൊക്കെ എനിക്കറിയാം. സോ അതൊരു സീനില്ല, നമുക്ക് എവിടെ പോകണ്ടെന്നൊക്കെ അറിയാം. സോ ഗൈസ്, അപ്പാർട്ട്മെന്റ് 10 എന്തോ പ്രശ്നമുണ്ട്. കാരണം അവരുടെ അമ്മ ഇങ്ങനെ എന്താണ് ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഒരു ബ്രേക്ക് ആവുന്നില്ല ഗൈസ്. സോ നമ്മളിവിടെ കാൽപ്പാടുണ്ട്. സോ ഇതിലേക്കൂടെയാണ് നമ്മൾ പോകേണ്ടത്. സോ ഗൈസ് നേരെ പോവാം. സോ ഗൈസ്, ബ്ലാക്ക് കാറ്റ് ഇവിടെ നിൽപ്പുണ്ട്. ഓക്കെ, സോ ഒരു കട്ട് സീൻ വന്നിട്ടുണ്ട്. സോ ബ്ലാക്ക് കാറ്റ് നമ്മളെ നോക്കുന്നു ഗൈസ്, അതിനകത്തോട്ട് പോയിട്ടുണ്ടത്. സോ ദെൻ ഗൈസ്, നിങ്ങൾ പിന്നെ ഞാൻ പറയുകയാണ്, നിങ്ങൾ സബ് ചെയ്യാത്തൊരു സബ് ചെയ്യാൻ, പിന്നെ ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്യാം കേട്ടോ. സോ ഗൈസ് താണ്ട പിന്നെ നമ്മളെ വലിച്ചെടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അവന്മാർ. സോ ഗൈസ്, ഇതൊന്നും അല്ല, ഇൻട്രോ, ജസ്റ്റ് ഒരു ഇൻട്രോ ആണിത്. നമ്മളെ കളി തുടങ്ങിയിട്ടില്ല ഇതുവരെ ഗൈസ്, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇതുവരെ കളി തുടങ്ങിയില്ല, ജസ്റ്റ് ഒരു ഇൻട്രോ മാത്രമാണിത്. നേരെ പോവും. ഓക്കെ ഗൈസ്, അത് അവിടുന്ന് മാഞ്ഞു പോയി. അവിടെ നമ്മൾ ഓക്കെ ഗൈസ്, അപ്പം നേരെ പോകും ഗൈസ്. എന്തോ ഒരു യെല്ലോ കളർ ഇപ്പം ഫുള്ള് ബ്ലാക്ക് ആയിപ്പോയി. സോ ഗൈസ്, അപ്പം നമുക്ക് ലോഡിങ് കാണിച്ചിട്ടുണ്ട്, ലോഡിങ് സ്ക്രീനാണിത്. സോ ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമാണ് നമുക്ക് കളിക്കാനുള്ളത്. അതിൻ്റെ സബ് ടൈറ്റിലാണ് തോന്നുന്നത്. സോ ആക്ട് 3യുടെ സബ് ടൈറ്റിലാണ് തോന്നുന്നത്, ആയിരിക്കുമല്ലോ. സോ ഗൈസ്, ഇവിടെ വരെ ഞാൻ കളിച്ചിട്ടുള്ളൂ. ഇവിടെ വരെ ഞാൻ കളിച്ചിട്ടുള്ളൂ. സോ ഗൈസ്, ഇവിടുന്ന് സത്യം പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യേണ്ടതില്ല. ഒരു ബുക്ക് ഇരിപ്പുണ്ട് അവിടെ, 3 സ്റ്റാറിൻ്റെ. പിന്നെ പൂച്ച ഇപ്പുറത്താണ് ഗൈസ്. അപ്പം ഇവിടെ ബുക്ക് പോകണം. അപ്പം എനിക്ക് തോന്നി ഈ ബുക്ക് എടുത്തിട്ടേ, ഇത് 5 എണ്ണം ഇല്ല ഗൈസ്. അപ്പം ഇവിടെ 5 എണ്ണം ഉള്ളതുണ്ട്, ഇതൊന്നാണ്. ഇത് 4. ഓക്കെ, 4 കഴിഞ്ഞിട്ട് 5. ഓക്കെ, ഇങ്ങനെയാണെന്ന് തോന്നുന്നു. നോക്കാം ഗൈസ്, നമുക്ക് ജസ്റ്റ് ഒന്ന് ഫുൾ സെറ്റ് ചെയ്ത് നോക്കാം. ചേട്ടാ, ഇവിടെ ഓപ്പറേറ്റ് കോൺസോള് ന്യൂട്ട് ഗൈസ്, ന്യൂട്ടെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ന്യൂട്ട് മിസ്സിംഗ് ആണ്. സോ നമുക്ക് തോന്നുന്നു ന്യൂട്ടിനെ ഇവിടെ കൊണ്ടുവച്ച് നമുക്ക് എന്തെങ്കിലും കിട്ടും. സോ ഇവിടെ ഒരു അടുത്തൊരു ബുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് 2 ആണ്. സോ 1 കഴിഞ്ഞിട്ടാണ് അത് വരുന്നത്. സോ ഇത് എനിക്ക് സിമ്പിളായിരുന്നു. ആക്ട് 3യിൽ അത്രയ്ക്ക് ആക്ട് 3യുടെ ഈ സമയത്ത് അത്രയ്ക്ക് ഇതൊന്നും ഇല്ല. സോ ഗൈസ്, അവിടെ ഒരു പിക്ചർ ഇരിപ്പുണ്ട്, അതിനകത്ത് ഫുള്ള് ഹാള് ഗൈസ്. എനിക്ക് തോന്നുന്നു അതിനകത്ത് എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ട് ഗൈസ്, എപ്പോഴെങ്കിലും. സോ നമ്മൾ ബുക്ക് സെറ്റാക്കി ഞാൻ ഓർഡർ ഗൈസ്. അപ്പം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. സോ ഗൈസ്, അപ്പം ഇത് തുറക്കണം തോന്നുന്നു. അപ്പം ഗൈസ്, മനസ്സിലായി. ഇതിന്റെ പ്രഷർ നമ്മൾ കൂട്ടണം ഗൈസ്. ഇപ്പം നമ്മൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രഷറില്ല. സോ ഇതിന്റെ പ്രഷർ നമ്മൾ കൂട്ടണം. അപ്പം ഇതിനകത്തോട്ട് നമ്മൾ കോൾ എടുത്തിട്ടാൽ മതി, അത്രേ ഉള്ളു പണി. സോ നേരെ പോട്ടെ, എടുത്തോ നീ. അത്രേ ഉള്ളു. ഓക്കെ, അടുത്തിട്ടിട്ടുണ്ട്. പുകയൊക്കെ വരുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ആ ഷേക്ക് ആവാൻ നിങ്ങൾക്ക് അറിയുന്നതെന്ന് എനിക്കറിയുന്നില്ല. കാരണം ഷേക്ക് ആവാൻ നിങ്ങൾക്ക് ഇപ്പം നന്നായിട്ട് അറിയുന്നുണ്ടായിരിക്കും. സോ ഗൈസ്, അപ്പം നമുക്ക് ബാറ്റ് ടേൺ ചെയ്യും ഗൈസ്. അത് ഗൈസ്, ഇവിടെ ആയിരുന്നു. നമ്മൾ മറ്റേ ഇടം നോക്കിക്കൊണ്ട് നടന്നതാണ്. സോ അപ്പം നമുക്ക് നേരെ പോവാം. ഓക്കെ, അവിടെ ഒന്നുമില്ല. എന്റെ പൊന്നെ, എന്തിനാണ് ഇങ്ങനെ പേടിച്ചത്? സത്യം പറയല്ലോ, നല്ല സൗണ്ട്. ഞാൻ ഫുൾ സൗണ്ട് ഇട്ട് ഞാൻ ഹെഡ്സെറ്റ് വെച്ചാണ് ചെയ്യുന്നത്. നല്ല കിഡിലെ സൗണ്ട് എഫക്റ്റ് കേട്ടോ, ഒന്നും പറയാനില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു പോയി. അത് പൊളിഞ്ഞു വീഴുമോ ഇത്? ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എടാ, എനിക്കൊരു ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ എന്തോന്ന് അടയുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഇവിടുത്തെ ഡോർ എന്തോ അടയുവാണ്. എനിക്ക് തോന്നുന്നു അവിടെ എന്തെങ്കിലും ഒരു സീൻ കാണും ഗൈസ്. എടാ ഒരു ഇങ്കിന്റെ പെട്ടിയും ഒരു ബാറ്ററിയുടെ പെട്ടിയും ഉണ്ട് കേട്ടോ. ഇത് ബാറ്ററിയുടെ പെട്ടി, മറ്റേ ഇങ്കിന്റെ പെട്ടി. സോ അത് നമുക്ക് നോക്കാം. എടാ, ഇതെന്താ സാധനം? എടാ, ഇത് തുറന്ന് നമ്മൾ അപ്പം എനിക്ക് തോന്നുന്നു ഇവിടുന്ന് അവിടെ സൗണ്ട് വരുന്നുണ്ട്. ഇത് നമ്മൾ വന്ന സ്ഥലം. ഇവിടുന്നാടാ. ഓക്കെ, ഓപ്പൺ ചെയ്ത നീ ബുക്ക് എന്താണ് ഉണ്ട് ഇവിടെ. ഇവിടെ പൂച്ചയുണ്ട്. ഇതാടാ ന്യൂട്ട്. ന്യൂട്ടിന് എന്തോ പറ്റി ഗൈസ്, എനിക്കറിയില്ല കേട്ടോ. ന്യൂട്ടിന് സംഭവിച്ചത് എനിക്കറിയില്ല.
ഗൈസ് ഇതല്ലേ ന്യൂട്ട്, എനിക്ക് തോന്നിയതാ ന്യൂട്ടെന്ന്. കാരണം ന്യൂട്ട് റോബോട്ടാണ് ഗൈസ്. ന്യൂട്ട് ഞാൻ വിചാരിച്ച് വേറെന്തോ അനിമൽ ഇതേപോലെ കാറ്റിനെ പോലൊക്കെ എന്തോ സാധനമാണ്. ഓക്കെ ന്യൂട്ട് റോബോട്ടാണ്. ഓക്കെ സോ ഗൈസ് ഇൻസൈഡ് ബാറ്ററി. സോ ഇവനെ ജീവൻ വെച്ചെന്ന് തോന്നുന്നു. അവിടെ എന്താ ഇവൻ ഇങ്ങനെ ഇരിക്കുന്നേ? ഇതാണ് ന്യൂട്ട്. പക്ഷെ ഇവനെന്ത് ഇങ്ങനെ ഇരിക്കുന്ന എനിക്ക് മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നു അവനെ അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സെറ്റ് ആവുമെന്ന് തോന്നുന്നു ഗൈസ്. സോ നമുക്ക് ഫസ്റ്റ് തന്നെ അവിടെ കൊണ്ട് വെക്കാം ഇവനെ. സോ ഗൈസ് ഇപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ടോ. സത്യം പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ലായിരിക്കും. ന്യൂട്ട് കണക്റ്റിംഗ് എന്ന് പറഞ്ഞ കാണിച്ചിട്ടുണ്ട്. സോ ഇവനാണ് ഗൈസ് ന്യൂട്ട്. അതിന്റെ ബാറ്ററിക്ക് എന്താ പ്രശ്നമുണ്ട് എനിക്കറിയില്ല. സോ ലോഡിങ് കാണിച്ചിട്ടുണ്ട്. ലോഡിങ് ടാപ്പ് ചെയ്തു. ഓ എടാ ഇങ്ങനെ ടാപ്പ് ചെയ്യാനാണല്ലേ. ഓക്കെ ടാപ്പ് ചെയ്തു ഗൈസ്. അപ്പോൾ ഇത് സെറ്റാക്കാം. ടാപ്പ് ചെയ്തു ദെൻ ഗൈസ് അത് സെറ്റാക്കാം. സോ ഗൈസ് അത് ലാസ്റ്റ് ആയിട്ടുണ്ട്. സോ ഒരെണ്ണം കൂടി. ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ട് സാധനത്തിനെ. സോ ഇനി എന്താണ് ഗൈസ് സാധനം? നമുക്ക് ഇനി എന്തോ ചെയ്യണമെന്ന് തോന്നുന്നു. ഇവന് തലയൊക്കെ സെറ്റായി ഗൈസ്. ഓക്കെ ഹായ് കാണിച്ചിട്ടുണ്ട്. ഹലോ ഗൈസ് നമ്മുടെ ന്യൂട്ടിന് വേണ്ടി എല്ലാവരും ലൈക്ക് ചെയ്യുക. സോ നമ്മൾ ഇങ്ക് വേണം. ഞാൻ കണ്ടായിരുന്നു ഇങ്ക്. സോ ഇപ്പം ഗൈസ് നമുക്ക് സത്യം പറഞ്ഞ സാധനം സിമ്പിളായി. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. എല്ലാം സിമ്പിളായി. സോ ഗൈസ് അപ്പം നമ്മൾ നേരെ ഇതിനകത്ത് പോയി ഇവിടെ ഇങ്ക് എടുത്ത് കൊടുക്കുന്നു. സോ യെസ് ഗൈസ് അവിടെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു സൗണ്ട് കേട്ടു ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ ബേബി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ബേബി കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങും ഗൈസ്. ഗൈസ് അവൻ ലവ് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ലൈക്കും കൂടി ചെയ്യുക ഗൈസ്. അവൻ ലവ് വന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഓക്കെ ഗൈസ് അപ്പം ന്യൂട്ടിനുള്ള സ്നേഹം നിങ്ങൾ അങ്ങനെ കാണിക്കുക. സോ ഓക്കെ സോ ഇവിടെ വെക്കണം ഡോക്ക് ന്യൂട്ട്. സോ ഇത് തുറന്നിട്ടുണ്ട്. സോ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. എടാ സംതിങ് ഗോസ് ഹിയർ. എന്നാൽ ഈ സ്വിച്ച് ഒന്ന് ഓണാക്കിയല്ലോ. ഒന്നും സംഭവിക്കും. ഓ എടാ ഇങ്ങനെ ചെയ്യണം. ഓക്കെ എടാ ഇങ്ങോട്ടൊരു വഴി ഉണ്ട് കേട്ടോ ഗൈസ്. ഇതിപ്പം നമ്മൾ സിമ്പിളാണ് കേട്ടോ. ഇത് സിമ്പിള് വെറുതെ സിമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഇത് വലിയ കോംപ്ലിക്കേഷൻ ഇല്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സ്ഥലത്ത് തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഗൈസ്. ഒരു സിമ്പിൾ സാധനമാണ്. സോ നമ്മൾ ന്യൂട്ടിനെ എടുത്തോണ്ടായിരുന്നു. ന്യൂട്ടേ ബാ. എടാ ഇത് ഇച്ചിരി കോംപ്ലിക്കേഷൻ ആട്ടോ. കാരണം ഇത് അടഞ്ഞു. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും നമ്മൾ കണ്ടുപിടിക്കണമെന്ന് തോന്നുന്നു. എടാ ഇവിടെ തുറക്കാൻ പറ്റുമോ? ഇവിടെ തുറക്കാൻ പറ്റുമല്ലോ. എടാ ഇവിടെ എന്താ ഡോക്ടർ ഉണ്ട്. അല്ലാതെ പറഞ്ഞല്ലേ ഈ ഡോക്ടറിനെ എന്ത് ഗുണം? എനിക്ക് തോന്നുന്നു വല്ല കട്ടയോ അങ്ങനെയുള്ള സാധനം വല്ലതും കാണേണ്ടി വരും. ഓപ്പൺ ചെയ്യാം. ഇത് എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന് ഗൈസ് ഇതെന്താടാ? എടാ ഡോർ സ്റ്റോപ്പ്. ഓക്കെ ഇതാണ് സാധനം. ഇത് മറ്റേ ജീനിന്റെ ഒക്കെ മറ്റേ വിളക്കില്ലേ ഗൈസ് അതേപോലെ ഇരിക്കുന്ന സാധനം. ഓക്കെ യൂസ് ഡോർ സ്റ്റോപ്പ് ഗൈസ്. ഇത് അങ്ങനെയാണ് വെക്കേണ്ടത്. ഓക്കെ സോ നമ്മൾ നേരെ പോയി നമ്മളെ ന്യൂട്ടനെ ഇവിടെ വെക്കുന്നു. ന്യൂട്ടന്റെ ബൂസ്റ്റർ സെറ്റ് ആക്കുന്നു. അപ്പൊ ഇനി പറക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ഇനി. ഓക്കെ ഓ മോനെ എടാ പറക്കാൻ പറ്റൂടാ ഇവന്. സോ സെറ്റ് കഴിച്ചു. ഇപ്പം പറക്കാൻ പോവാണ് ഇനി. ഇപ്പം പറന്നാണ് നമ്മളെ കളി. ഇങ്ങോട്ട് പോയാടാ നീ. വേർ ഡിഡ് ഹി ഗോ? എടാ ബേബി ഇറങ്ങുന്നെന്ന് തോന്നുന്നു കേട്ടോ. ഇറങ്ങി അടുത്തെത്താറായി അവൻ. ഉറപ്പാണ് ഈ അടുത്തെത്താറായിട്ടുണ്ട്. സോ ന്യൂട്ടെ ഹായ് കാണിച്ചിട്ടുണ്ട്. സ്പാനർ എടുത്തു കൊടുക്കണം. സ്പാനർ നമ്മൾ സ്പാനർ എടുത്തു. അല്ല ഇതിനകത്ത് പറഞ്ഞതാണ് അത്. ബട്ട് നമ്മൾ സ്പാനർ എന്ന് പറയും. സ്പാനർ എടുത്ത് കൊടുത്തു. നമ്മൾ ഇനി സ്പാനറിന് കഴിഞ്ഞിട്ട് നമുക്ക് സ്ക്രൂ ഡ്രൈവർ ആണെന്ന് തോന്നുന്നു എടുത്തോണ്ടേ. ഞാൻ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടാ ഗൈസ്. ചിലപ്പോൾ നമ്മൾ സ്ക്രൂ ഡ്രൈവർ എടുക്കുന്നത് കഴിഞ്ഞാൽ ചിലപ്പം അത് വേറെ നിലയിൽ തരുന്നത് ഗൈസ്. അതുകൊണ്ട് നമുക്ക് എന്താ ഓയിൽ എന്തോടെ സൈക്കിൾ ചെയ്തിരുന്നത് ഗ്രീസ്. എടാ അതെന്തോടാ ഗൈസ്? ഞാനൊരു ബേബിയുടെ ചീരയൊക്കെ കേട്ടോ. മിക്കവാറും ബേബിന്ന് നമ്മളെ തീർക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ എടാ ഇവ കുടിച്ചിട്ട് എന്തായാലും ഇത് ചായ ഏമ്പക്കം വിട്ട് ഗൈസ്. നിങ്ങളെല്ലാവരും കണ്ടല്ലോ ഏമ്പക്കം വിട്ടിട്ടുണ്ട്. ഇപ്പോൾ എടാ ഹാമർ. ഓക്കെ ഞാൻ ഇവിടെ കണ്ടായിരുന്നു ഹാമർ. സോ ഹാമർ ഇതെന്താണ് ഹാമറിന്റെ കടയാ എല്ലാം ഉണ്ടല്ലോ ഗൈസ്. ഓക്കെ നമ്മൾ ന്യൂട്ട് ഇപ്പോൾ ശരിയായി കൊണ്ട് തരുന്നു. സോ എടാ ബേബി പിന്നെ ഇറങ്ങുന്നു. പെട്ടത് പാടാ. സോ ബട്ടൺ പ്രസ് ചെയ്ത് കയറി അവ ഇറങ്ങുന്നതിന് മുമ്പ് കയറി. ഓക്കെ നമ്മൾ അപ്പിലോട്ട് പോകണം. ഗോ അപ്പ്. എടാ എന്ത് സംഭവിക്കുന്നുണ്ട് കേട്ടോ.
എടോ മോനെ, എടോ അവ ഇറങ്ങി എന്റെ മോനെ, അവ ഇറങ്ങി ഗൈസ്. അത് നമ്മളെ സെക്കൻഡ് ചാപ്റ്ററിലോട്ട് പോവാണ്. നമ്മള് സെക്കൻഡ് ചാപ്റ്ററിന് ഒരു ഇത് ലബോറട്ടറി എന്നാണ്. സോ ഇന്ന സീക്രട്ട് ഫ്രം ഇതാരാണ് ഗൈസ് പറഞ്ഞ് ഞാൻ നോക്കില്ല. സോ എടാ ബേബിയുടെ ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ലബോറട്ടറി ആരുടെ എടാ എനിക്കറിയത്തില്ല. ലബോറട്ടറി ആരുടെ സത്യം പറഞ്ഞ് ആ ന്യൂട്ട് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ എക്സ്പ്ലോർ എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ ഇവനെ കൊണ്ടുവെക്കണം. ഇല്ല ഇങ്ങനെ വെച്ചേ നീ. ഇവിടെ ഒരു ഡോറുണ്ട്, ഇവിടെ ഒരു ഡോറുണ്ട്. സോ ഇത് നമുക്ക് സെറ്റാക്കാം. സോ ഇവനെ എടുക്കാൻ പറ്റുന്നില്ലല്ലോ. ഇവനെയും കൂടി കൂടെ കൊണ്ടു നല്ലതായിരുന്നു, പക്ഷെ ഇവനെ എടുക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ എന്ത് ചെയ്യും ഗൈസ്? ഓപ്പൺ ചെയ്യാം നമുക്ക്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ പോയിട്ട് ഇവിടെ ഒക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ചിലപ്പോൾ ഇവിടെ എന്തെങ്കിലും കിട്ടിയല്ലോ. ലോക്ക്ഡ് ആണ് ഗൈസ്. പിന്നെ എന്തിനാണ് ഇവന്മാര് ഈ സാധനം തുറന്നത്? എടാ ഇവിടെ ഇത് ക്ലോസ് ചെയ്യാനോ ഓപ്പൺ ചെയ്യാനോ ആണോടി? ക്ലോസ് ചെയ്യാനോ ഓപ്പൺ ചെയ്യാനാണ് ഗൈസ്. ഇതെന്ത് സാധനമാണ്? ഓക്കെ എടാ എനിക്ക് തോന്നുന്നേ നമ്മളെക്കാട്ടി വലുതായിട്ടുള്ള എന്തെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ വെക്കണം ഗൈസ്. അത് ഉറപ്പാണ്. ഇത് നമ്മൾ എന്തെങ്കിലും വലിയൊരു സാധനം നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. അതാണ് നമ്മളുടെ സംഭവം തോന്നുന്നു. എനിക്കറിയില്ല, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. സോ ഗൈറോസ്പിയറോ ഗൈറോസ്പിയർ ഞാൻ അവിടെ കേട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക ഗൈറോസ്പിയർ എന്തുവാന്ന്. എടാ ഇതെന്താ തീയോ? എടാ ന്യൂട്ടനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ന്യൂട്ടൻ സ്പ്രേ അടിച്ചു കൊടുക്കുന്നതിന്. എടാ എനിക്കൊന്ന് ആർട്ടിഫിഷ്യലി നമ്മളിങ്ങനെ കായൊക്കെ എടുത്തില്ലേ, അതാണ് സംഭവം. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സമയത്ത് കളിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടാണ് കളിക്കുന്നത് തോന്നുന്നു. ഒരു അഡ്വാൻസ്ഡ് എന്താ പറയുക ഒരു ഇതാണ് സിവിലൈസേഷൻ ആണ് നമ്മൾ ഈ കളിക്കുന്ന ഒരു ഗെയിമിനകത്ത്. സോ അതേപോലെ തന്നെ അപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ആർട്ടിഫിഷ്യൽ ഇതൊക്കെ നടത്തുവാണെങ്കിൽ അപ്പം അത്രയ്ക്ക് അഡ്വാൻസ്ഡ് ആയിരിക്കും. സോ മനസ്സിലേക്കാണല്ലോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞതെല്ലാം മനസ്സിലേക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് തോന്നി ഈ ബോട്ടിലെടുത്ത് നമുക്ക് ബേബിയെ കുടിപ്പിക്കാനാന്ന് തോന്നിയതല്ല. ബേബി നമ്മളിന്ന് കെമിക്കൽ പരീക്ഷണങ്ങൾ നടത്തും ഗൈസ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ എന്തോ കെമിക്കൽ ചെയ്തിട്ടാണ് ബേബി ഇങ്ങനെ എന്തോടത് അടുത്തത് ഗൈസ്. ധാരാ ഇറങ്ങി വരുന്നതിന് ഇവിടുന്ന്. ഓടോ ബേബി എനിക്ക് തോന്നുന്നു ഇവിടെ ചേസൊന്നും നടന്നില്ല ഗൈസ്. ചേസൊന്നും നടന്നില്ല. ഞാൻ വിചാരിച്ച ചേസ കടക്കുന്നു, പക്ഷെ ഇവിടെ ഒന്നും സംഭവിച്ചു. നിന്നെ കുടിപ്പിക്കാൻ ഈ സിറപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവിടെ മാഗ്നറ്റിന്റെ പവർ ഉണ്ടെന്ന് തോന്നുന്നു. പവർ ഓഫ് മാഗ്നറ്റ് ഗൈസ്. ഇതെന്താ പൊങ്ങിപ്പോന്നത്? അവിടെ ഒരു കീ വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അവിടെ ഒരു കീ ഉണ്ട്. താഴെ ഇറങ്ങും. സോ ഗൈസ് എനിക്ക് തോന്നുന്നു ഡക്കൊക്കെ മാഗ്നറ്റ് ഫോഴ്സ് വന്ന് വീഴുന്ന അതൊക്കെ എങ്ങനെയാണ് ഗൈസ്? അകത്ത് ചിലപ്പോൾ മെറ്റൽ കാണും. സോ നേരെ നമ്മൾ പോവാണ്. എമർജൻസിക്ക് ഒരു സാധനങ്ങളുണ്ട്. എന്താണ് ഗൈസ്? ഇത് വാൽവിന്റെ ആണ് എനിക്ക് തോന്നുന്നു. ഇവിടെ ഒരു വാൽവ് ഉണ്ട്. സോ ഈ വാൽവിന്റെ ആയിരിക്കും ഇത്. സോ ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മള്. ദെൻ ഗൈസ് ഇനി നമുക്ക് ഇവനെ പിടിച്ചിട്ടേ, ഞാൻ നോക്കിയത് വെച്ച് ഇവനെ പിടിച്ചിട്ട് ഇവ കുറെ നേരം ശല്യമാണ്. അപ്പൊ ഇവനെ പിടിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ഇടാം ഗൈസ്. സോ ഞാൻ പിന്നെ സംഭവങ്ങളെല്ലാം കണ്ടു വെച്ചിട്ടുണ്ട്. അതിന് മുമ്പ് ഇവനെ പിടിച്ചിട്ട് തന്തൂരി ചെയ്യട്ടെ. പൊട്ടിത്തെറിച്ചിട്ടുണ്ട് അവൻ. എന്തിയടാ നീ? സോ ഗൈസ് അപ്പൊ ഇവിടെ നമുക്ക് സെറ്റ് ആക്കാണ്ട, ഞാൻ അവനെ എടുക്കാതെ പോയി. സോ ഗൈസ് ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ് ഇവനെ. സോ ന്യൂട്ട് വന്നിട്ട് ഇവിടെ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ടാ മോനെ. ഇവിടെ നമ്മൾ ഇവനെ ഇട്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ. കാരണം ഞാൻ ഒത്തിരി എക്സ്പെരിമെന്റ് ഇവിടെ ചെയ്തു നോക്കി. നമ്മൾ കെമിസ്ട്രി ലാബിലാണ്. സോ കൊള്ളാം, ഞാനത് പൊട്ടിച്ചു ഗൈസ്. എന്താണ് സാധനം? ബാ. സ്പാനർ ഇപ്പോഴും ഇവിടെ കിടന്ന് ഇങ്ങനെ ആടുന്നുണ്ട് കേട്ടോ. പോട്ടെ നേരെ പോട്ടെ ഗൈസ്. മേളിൽ പോയി. എവിടെ പോയി? ഇവിടെ വന്നതാണ്. മോന തെറിച്ചിങ്ങനെ. സോ നമുക്കിതാ ഇനി ഈ സാധനം എടുത്തോണ്ടാണ് പോകേണ്ടത്. സോ നമ്മളെ സാധനം നമ്മൾ മുറിച്ചിട്ടുണ്ട്. ഇത് ലൈബ്രറി ആണ് ഗൈസ്, ലൈബ്രറി. സോ ഗൈസ് ഇതെന്താണ്? ഇതിനകത്ത് എന്തോ സ്പിൻ ദ ഗ്ലോബ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതെന്താണ് ഇത്? ഇവിടെ മൊത്തം ഹൊററാണ് കേട്ടോ. ഈ മെഴുകുതിരിയൊക്കെ കത്തിച്ചിരിക്കുന്നു ഇവിടെ ഗൈസ്. ഇതെന്താണ് ചെയ്യേണ്ടത് ഗൈസ്? എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവന് ഇവിടെ പവർ ചെയ്തൊക്കെ ബുക്ക് എടുത്തെറിയുന്നു. കൊച്ചിറക്ക ഇപ്പഴത്തേ നിന്നെ വിട്ടേക്കുന്നു. ഐ നീഡ്സ് പവർ അല്ല ഇറ്റ് നീഡ്സ് പവർ എന്നാന്ന് തോന്നുന്നു ഗൈസ്. ഇതെന്ത് സംഭവം എനിക്ക് മനസ്സിലായി. നീ എന്തെങ്കിലും ചെയ്താണോടാ?
എടാ മാറി നീ നിന്നെ 6 അടിച്ചാൽ കളയുന്നതായിരിക്കും. എടാ ഇങ്ങോട്ട് ഒന്നും കൂടെ തന്നെ നീ. എടാ ഒരു സ്വിച്ച് ഉണ്ട് കേട്ടോ ഇവിടെ. ഓക്കെ സ്വിച്ച് ഓൺ ചെയ്യണം. എന്നിട്ട് ഇവനെ മിക്കവാറും ഞാൻ എടാ ഈ ഏണി അങ്ങോട്ട് എടാ എനിക്ക് തോന്നുന്ന ആ ഒരു പർപ്പിൾ വരാനുണ്ടോ. എനിക്ക് തോന്നുന്നു ആ മെഴുതിയുടെ എത്തുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. എടാ ഞാൻ ലേറ്റ് ആയിപ്പോ കേട്ടോ. ഓക്കെ എടാ അവിടെ ക്യാറ്റ് ഇരിക്കുന്നത്. അപ്പൊ ക്യാറ്റിന്റെ അടുത്ത് സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു. ഇവിടെ എന്താണ് സാധനം? എടാ എന്തോ സിമ്പിൾ ഒരു അമ്പാന്ന് തോന്നുന്നു. സംഭവം എന്തോന്നും മനസ്സിലായില്ല എനിക്ക്. സോ നമുക്ക് ജസ്റ്റ് നോക്കാം. മേലായിരിക്കും കേസ് എന്തെങ്കിലും കളി. ക്യാറ്റിന് കയറിപ്പോള്ള സ്ഥലമുണ്ട്. എടാ ഇവിടെ ഇതടിക്കണം കേസ്. ഓക്കെ സോ ഗൈസ് അപ്പൊ നമുക്ക് നേരെ ഈ സാധനം അടിക്കാം. സോ എടാ ഇതല്ല. ഓക്കെ ഇതല്ലടാ ഇത്. ഓക്കെ സംഭവമായിട്ടുണ്ട്. സോ ഇനി അടുത്ത് കണ്ടുപിടിക്കാം. സോ നമ്മൾ നേരെ താഴെ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ സോ എനിക്ക് ഞാൻ ഇവിടെ ഒരെണ്ണം കണ്ടായിരുന്നു. സോ സ്ക്വയർ. സോ ഗൈസ് അപ്പൊ നമുക്ക് നേരെ ഇതിന്റെ മണ്ണിൽ കയറാം. സോ ഗൈസ് ഇത് നമ്മളിത് സ്ക്വയറിന്റെ ഓക്കെ ഗൈസ്. എടാ നമുക്ക് ഓക്കെ ഇതും എടാ എനിക്ക് തോന്നി ഇങ്ങനെ അല്ല. എടാ ഞാൻ ചുമ്മാ ചെയ്തതാണിത്. സത്യം ചുമ്മാ ചെയ്തതാണിത്. എന്നിട്ട് ഞാൻ കറക്റ്റ് അടിച്ച് ഗൈസ്. എന്ത് ചെയ്യാനാ? പ്രോ പ്ലെയർ ആണ് ഗൈസ്. എന്റെ പൊന്നെ. എടാ ഞാൻ പ്രോ പ്ലെയർ ആണെന്ന് പറഞ്ഞപ്പോ അവന് അസൂയ കണ്ടോ. നിങ്ങൾ അസൂയാണ്. ഇവിടെ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല കേട്ടോ. സോ ഗൈസ് അപ്പം ഇതെന്ത് ചെയ്യേണ്ടത് എനിക്ക് മനസ്സിലായിട്ടില്ല. സോ ഗൈസ് അതാണ്ട് നമുക്ക് ചെയ്യേണ്ട എന്തോന്ന് വെച്ചോണ്ടല്ലോ, ഈ ഫിലിം എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കണം ഗൈസ്. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തിട്ട് ഫിലിം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ ഫോട്ടോ എടുക്കണം ഗൈസ്. മീൻസ് നമ്മൾ എടുക്കുന്ന ഫോട്ടോ എന്ന് പറയുന്നത് ഇതിനകത്ത് ഒറിജിനൽ ഇതാണല്ലോ. ഈ സ്വിച്ച് നമ്മൾ നേരെയായിട്ടുള്ള ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. സോ സത്യം പറഞ്ഞാൽ ആ സ്വിച്ച് കേടായി കിടക്കുവാണ്. സോ നമുക്ക് ഡോർ ക്ലോസ് ചെയ്യണം കേട്ടോ. ഇരുട്ട് വേണമല്ലോ. പണ്ടത്തെ ഫിലിമൊക്കെ ഗൈസ് എടുക്കുന്നില്ലേ, അതേപോലെയാണ്. സോ ഗൈസ് ഇത് ഫസ്റ്റ് എനിക്കൊന്ന് മോഡേൺ ടെക്നോളജികൾ ഉപയോഗിക്കുന്ന കാലമാണോ എനിക്ക് മനസ്സിലായില്ലേ ഗൈസ്. ഈ ബേബിനെല്ലോടെ ഒരു സിവിൽ ഏതാണ് ഇതിന്റെ ഒരു പീരീഡ് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അവിടെ ഇതെന്തൂടെ സംഭവിക്കുന്നേ? ഓക്കെ ഗൈസ് അപ്പൊ റിയൽ സ്വിച്ച് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഈ റിയൽ സ്വിച്ച് ഉണ്ടല്ലോ ഇവിടെ അടിക്കണം. ഹാർവെസ്റ്റ് റീഗൻ ഫോർ. ഓക്കെ എടാ ഇതും ഇതേപോലെ തന്നെ ഒരു സാധനം എടുത്തോണ്ട് വരിക. ദെൻ നമ്മൾ നേരെ പോയിട്ട് ഇവിടെ ഇടുക. ദെൻ നമ്മൾ ഇതേപോലെ ഒരു ഫോട്ടോ എടുക്കുക. ഇതാണല്ലോ ഇപ്പൊ ഇത് വളർന്നു നിൽക്കുന്നതിന്റെ പൂവായിട്ട് തോന്നും. സോ ഇതാണ്ടേ വളർന്നു നിൽക്കുന്നതിന്റെ പൂവിന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. സോ ഇതൊരു എന്താ പറയാ പഴയ ഒരു ഇത് ക്ലോസ് ചെയ്തില്ല ഡോറ്. സോ ദെൻ പഴയൊരു ഫിലിമൊക്കെ എടുത്ത് നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. സോ ആ ഒരു മോഡലാണ് ഗൈസ്. ഇവിടെ ബേബിയുടെ ന്യൂട്ടിന്റെ ഒക്കെ ഫോട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ. സോ ഗൈസ് അപ്പൊ നമുക്ക് ബേബി പോയിട്ടിരിപ്പുണ്ട്. സോ പുറത്തോട്ടല്ല പോണ്ടേ. ഞാനിപ്പോ പുറത്തിറങ്ങിയാനേ ഇപ്പൊ ഇൻസേർട്ട് ഫിലിം. ഓക്കെ സോ ഗൈസ് ഇനി നമുക്ക് നമുക്കേ പെട്ടെന്ന് ഓടിപ്പോയാലോ. അല്ലെങ്കിൽ വേണ്ട, ചിലപ്പം വേറെ എന്തെങ്കിലും സംഭവിച്ചാലോ. ചിലപ്പോൾ വേണമെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിക്കും. സോ അതുകൊണ്ട് ഞാൻ പിന്നെ പോകുന്നില്ല. ഓ ഗൈസ് പിന്നെ ഓക്കെ ന്യൂട്ട് നമുക്ക് സെറ്റാക്കി തന്നിട്ടുണ്ട്. ന്യൂട്ട് എന്താടാ ചെയ്യുന്നത്? സോ ഹാർവെസ്റ്റ് ചെയ്യാം. സോ ഇതെന്താ ഇത് ഉണ്ടയാ? അവിടെ ഇതിപ്പോ അവിടെ ചെയ്യാൻ അവിടെ ലൈബ്രറിയിലെ വേറൊരു സ്ഥലത്തെത്തി. അത് കൊള്ളാലോ ഗൈസ്. സോ നമുക്ക് നേരെ ഏതാണ്ട് ഇത് കൊണ്ട് ഇവിടെ ഇടണം. ഇതിവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെന്ത് ചെയ്യേണ്ടതെന്ന്. സോ ഗൈസ് ഇതിവിടെ വെച്ചിട്ടേ നമുക്ക് റെഡ് ഇതും കൂടി മിക്സ് ചെയ്ത് വെക്കാം. ബ്ലൂ വേണ്ട, ബ്ലൂ നമുക്ക് രണ്ടാമത് ചെയ്യാം. സോ ഹീറ്റ് മറ്റേ എന്ത് സംഭവം. ഓക്കെ ആദ്യം ഇതും കൂടി നമ്മൾ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. സോ രണ്ടും കൂടി ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഇതാണ്ട് ഇതങ്ങ് ചെയ്യുക. അപ്പം വേറെ എന്തോ ഒരു കെമിക്കലായിട്ടുണ്ട് ഗൈസ് ഇത്. സോ ഇങ്ങനെയാണ് നമ്മൾ കെമിസ്ട്രി ചെയ്യുന്നത്, കെമിസ്ട്രി പഠിക്കുന്നത്. ഞാൻ കെമിസ്ട്രി വലിയ ആളായി ഗൈസ്. എന്ത് ചെയ്യാനാ, നമ്മൾ ബേബിനെല്ലാം കളിച്ച് നമ്മൾ ഫുൾ കെമിസ്ട്രിയിലായി. നിന്നെ എടാ ഓക്കെ എടാ നമ്മളന്ന് അവിടെ കയറി നിന്നപ്പോഴേ എനിക്ക് മനസ്സിലായി ന്യൂട്ടൻ, എനിക്ക് മനസ്സിലായി മച്ചാനെ. നമ്മളവിടെ കയറി നമുക്ക് കുറച്ച് പറഞ്ഞതിന്റെ കാരണം മനസ്സിലായി. നമുക്ക് വെയിറ്റ് കുറവാണ്. അപ്പം ബേബിനെ നമ്മൾ ഇത്രയും വെയിറ്റ് ഉള്ളവനാക്കിയില്ലേ, ഇത്രയും നമ്മൾ വരുമ്പോൾ തുറന്നിട്ടുള്ളൂ. സോ
സോ ഗൈസ് അപ്പം നമുക്ക് എന്ത് ചെയ്യണമെന്നേ എനിക്കിപ്പം മനസ്സിലായിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതാന്ന് നോക്കോ, ഇതെടുത്തിട്ട് ഇവനെ കുടിപ്പിക്കുക ഗൈസ്. ഇത് എനിക്ക് മനസ്സിലായി കേട്ടോ. ഇവനെ കുടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇവനെ എടുക്കുക. ഇവനെ എടുത്തിട്ട് ഇങ്ങോട്ടല്ല ഗൈസ്, ഈ ഒരു വാൽവ് കണ്ടോ, ഈ വാൽവ് കൊണ്ടിടുക. എനിക്ക് തോന്നുന്നു മേളിൽ നമ്മൾ താഴോട്ട് വീഴും. നമ്മൾ അത്ര നേരം ഇവ പോത്തില്ല ഗൈസ്, എനിക്ക് ഉറപ്പാ അത്ര നേരം പോകത്തില്ല. കാരണം മാഗ്നറ്റിന്റെ പോലെ തന്നെ അത്ര നേരം പോകത്തില്ല. അവിടെ സൈഡിൽ നിന്നാണ് എന്തായാലും ഗൈസ് നമ്മൾ സെറ്റ് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. സോ ഗൈസ് നമ്മുടെ ലാസ്റ്റത്തെ സാധനം വരാറായിട്ടുണ്ട്. സോ നമ്മുടെ എൻഡിങ് എന്തായാലും എത്താറായിട്ടുണ്ട്. സോ മിക്കവാറും ഇവിടെ വെച്ചാൽ എൻഡ് ആവാറുണ്ട്. എനിക്ക് തോന്നുന്നു എൻഡ് ആവുമെന്ന്, ബട്ട് എനിക്ക് തോന്നുന്നു ഒരു ആക്റ്റും കൂടി ഉണ്ടെന്ന്. സോ എടാ എന്താ എടാ ബേബി പുല്ല് പറിച്ച് കളിക്കുന്നു. എടാ അവന്മാർ അടി ഉണ്ടാക്കുന്നു. സ്റ്റോപ്പ് ദ ബേബി. എടാ എന്ത് സ്റ്റോപ്പ്? എടാ അവിടെ ക്യാനോൺ ഇരിക്കുന്ന കേസ് അവിടെ നിങ്ങൾ കണ്ടോ? എടാ എനിക്ക് തോന്നുന്നു ബേബി ഇത് ഷൂട്ട് ചെയ്യാനാണ്. അത് ഞാൻ സന്തോഷത്തോടെ ചെയ്യും കേസ്. കൊച്ചിറക്കാൻ എന്നെ കൊണ്ട് എടാ ഇപ്പം കേസ് അവനെ പൊട്ടിയത്. ഇത് ഞാൻ സന്തോഷത്തോടെ ചെയ്യും. എടാ എനിക്ക് തോന്നേ നമുക്കൊരു കാര്യം ചെയ്യാം. എനിക്ക് തോന്നല്ല, എനിക്കൊരു കാര്യം ചെയ്യാം. എനിക്ക് തോന്നുന്നു ഇതാ ഇങ്ങനെ ചെയ്യണ്ടേന്ന്. നമുക്കൊരു കാര്യം ചെയ്യും, ഇവനെ പിടിച്ചിട്ട് ഇതിനകത്ത് ഇടാം കേട്ടോ. ലോഡ് ചെയ്യാൻ എടാ ഇവനെയും ക്യാനോന്ന് വെച്ച് ലോഡ് ചെയ്യാം. എടാ നമ്മൾ ആകാശത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എടാ കരയുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നു. അതൊന്നും സീനില്ലേ, പക്ഷെ വരുന്നു തോന്നുന്നു. കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഇപ്പം നമ്മളെ പൂവൊക്കെ എടുത്ത് നമ്മൾ എസ്കേപ്പ് ആവാറായിട്ടുണ്ട്. മിക്കവാറും ലാസ്റ്റ് ആവാൻ വരും കേട്ടോ. ഇതെന്തോടാ ഇവനെന്ത് ചെയ്യുന്നത് സത്യം പറഞ്ഞ്. സോ ഗൈസ് നിങ്ങൾക്ക് വേറെ പുതിയ ഗെയിംസ് ഒക്കെ ഇങ്ങനെയുള്ളത് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക ഗൈസ്. അപ്പൊ എനിക്ക് വേറെ ഗെയിംസ് ഒന്നും അറിയില്ല, ഞാൻ കളിക്കുന്ന ഗെയിംസ്. എടാ നമ്മൾ നേരത്തെ ഇങ്ങോട്ട് വന്നപ്പോൾ അത് അടച്ചിരുന്നല്ലേ, ഇപ്പൊ ഞാൻ തുറന്നിട്ടെ. എടാ ബേബി ഒന്ന് എന്തോ സീനുണ്ട്. എടാ ന്യൂട്ടടിച്ച് അതിനകത്ത് കയറിപ്പോയി. ഇപ്പോഴാണ് കയറിപ്പോയി. ഞാൻ വിചാരിച്ചു ന്യൂട്ടകത്തോട്ട് കയറിപ്പോയി. എടാ ഇതെന്താടാ അത്? എടാ ഗൈസ് അടുത്ത ആക്ട് തുടങ്ങാൻ പോകണം. സോ അടുത്ത ഇത് തുടങ്ങാൻ പോവാണ്. സോ അവിടെ മോനെ സൂര്യനൊക്കെ ഒരുമാതിരിയായി. സോ ഗൈസ് അപ്പം നമ്മളുടെ വീഡിയോയുടെ വെച്ച് വൈൻഡ് അപ്പ് ഉള്ള സമയം ആയിട്ടുണ്ട്. സോ നമുക്കിനി ലാസ്റ്റ് ഒരു എപ്പിസോഡും കൂടെ ഉള്ളു, ഒറ്റയ്ക്കൊരു എപ്പിസോഡ്. അതും കൂടി കഴിഞ്ഞാൽ നമ്മളുടെ ബേബിനെല്ലാം ഇവിടെ വെച്ച് തീരുവാണ്. സോ ഗൈസ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കുക. പുതിയൊരു വീഡിയോ നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ ഗൈസ്, ബൈ.